എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കാളനാണ്. സദ്യയിലൊക്കെ കിട്ടണ കുറുക്ക് കാളൻ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് കുറുക്ക് കാളൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി ചെറുകിയെടുത്തത്. കാളൻ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നാളികേരം വേണം. ചെറിയ നാളികേരമൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാളികേരം മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് മുളക് പൊടി അധികം ആവശ്യമില്ല. മെയിനായിട്ട് ഒരു മഞ്ഞ കളറാണല്ലോ വേണ്ടത്. മുളക് പൊടി അധികമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ കളർ മാറിപ്പോവും. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 4-5 തണ്ട് കറിവേപ്പില, 4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ. ആദ്യം നമുക്ക് ഈ കായയുടെ തൊലിയൊന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കൈവച്ച് തന്നെ പൊളിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കാളൻ ഞാൻ തയ്യാറാക്കാൻ പോണത് ഒരു മൺചട്ടിയിലാണ്. നമുക്ക് ഇതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം 2 കഷ്ണമായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ സദ്യയിലൊക്കെ കണ്ടിട്ടില്ലേ, കാളനുള്ള കഷ്ണം എപ്പോഴും കുറച്ച് തിക്കായിട്ട് ഇതുപോലെ ചെരിച്ചിട്ടായിരിക്കും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചേനയൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചേന കട്ട് ചെയ്തെടുക്കുമ്പോൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ചേനയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള വലിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് കട്ട് ചെയ്തിടാം. ഇതിപ്പോൾ കാളനായ കാരണം ഒരുപാട് കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഞാനിതിപ്പോൾ മുഴുവൻ എടുക്കണില്ല, ഇത് മതി നമുക്ക്. ഇത് ഞാനൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണത്. കാരണം ചേനയ കാരണം മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണ രീതിയിലുള്ള വെള്ളം മതി. ഇത് മതി, കാരണം കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ തിക്കായിട്ടുള്ള കറിയല്ലേ ഉണ്ടാക്കണത്. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല, പക്ഷെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവണം. ആ ഒരു രീതിയിൽ. ഇപ്പോൾ കാളനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൽ കഷ്ണങ്ങൾ കിടക്കണത് ഒരുപാട് വെന്ത് കുഴഞ്ഞ രീതിയിലല്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തുറന്നു വെച്ച് കുക്ക് ചെയ്താലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ അടച്ചു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കണത്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങൾ ഇവിടെ നിന്ന് കുക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നാളികേരം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർക്കണത്. പച്ചമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നാളികേരം ചേർക്കാം. ഇതിലേക്ക് ഇനി ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവണ്ട കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവരാം.
ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ തൈരിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാനിതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോൾ തൈരിന് നല്ല പുളി ഉണ്ടായിരിക്കണം. നല്ലതെന്ന് വെച്ചാൽ ഒരുപാട് പുളിയല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത്യാവശ്യം പുളിയുള്ള തൈര് ഉപയോഗിക്കുമ്പോഴാണ് കാളൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൈരൊക്കെ പുളി വരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലായിരിക്കാം. അപ്പോൾ 1-2 ദിവസമൊക്കെ പുറത്ത് വെച്ചിരുന്ന പുളി വരും. അല്ലാന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കാളൻ ഉണ്ടാക്കിയതിന് ശേഷം 1 ദിവസമൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പുളി വരും. പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാനിതിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കട്ടകളൊക്കെ കളഞ്ഞെടുക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് മാറും. മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. ഇത് മതി, ഇതിന് മാറ്റി വയ്ക്കാം. ഇനി തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ കായൊക്കെ ആയ കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ പച്ചക്കറികൾ ആവശ്യത്തിന് വെന്തും വന്നിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ തൈരും കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം. ഇനി തൈര് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞ പോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇത് ആവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5-8 മിനിറ്റ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റിച്ചെടുക്കണ്ട, എന്നാലും ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ തിക്കായിട്ടുള്ള കറിയില്ലേ ഉണ്ടാക്കുന്നത്. തൈര് ചൂടാവുമ്പോൾ ഇത് ലൂസായിട്ട് വന്നതാണ്. ഇപ്പം ഇത് കണ്ടില്ലേ, ആവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 5-6 മിനിറ്റ് ഈ നാളികേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയില്ലേ, അതും ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തിക്ക് തന്നെയാണ്. ഇപ്പം കാളൻ എന്ന് പറയുമ്പോൾ നമ്മൾ സദ്യയിലൊക്കെ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് അതുപോലെ തന്നെ കിടക്കണം. ഇങ്ങനെ ഒലിക്കരുത്. ആ ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. കാളൻ പിന്നെ അത്യാവശ്യം നല്ല തിക്ക് തന്നെയാണല്ലോ. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കാളനൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. എന്നാൽ മാത്രമാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് മതി. നമുക്കിനി ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ സദ്യ സ്റ്റൈൽ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇത് തിക്കാണ്. ഇത് തണുക്കുമ്പോൾ ഇനി ഒന്നും കൂടി തിക്കായിട്ട് വരും. ഈ കറി നമുക്ക് 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കേടാവുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്
ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.